നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോതയിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് നേർക്കുനേർ സംവാദം ഉണ്ടാകില്ല എന്നത് നമ്മളെ വല്ലാതെ നിരാശപ്പെടുത്തി. ഇത്തരമൊരു സംവാദം കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കം കുറിക്കും എന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ. അമേരിക്കയിലൊക്കെ സംഭവിക്കുന്ന പോലെ ടെലിവിഷൻ സംവാദത്തിലൂടെ നേരും നിറയുമുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. എന്നാൽ ഇന്ന് രാവിലെ ആ വാർത്ത വന്നു, അത്തരമൊരു സംവാദം നടക്കാൻ പോകുന്നില്ല. നേരിട്ടുള്ള ഒരു സംവാദമല്ല, സമൂഹ മാധ്യമ സംവാദമാണ് താൻ ഉദ്ദേശിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ വ്യക്തമാക്കി. സ്ഥലവും സമയവും പറഞ്ഞാൽ താൻ അവിടെ എത്തും എന്ന് വി ഡി സതീശൻ ഇന്ന് വീണ്ടും പറഞ്ഞു. അത് ആദ്യം നമുക്ക് ആ പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം. അല്ല, ഇത് ഫേസ്ബുക്കിലുള്ള ഒരു സംവാദത്തിനാണ് ഞാൻ ക്ഷണിച്ചത്. ഫേസ്ബുക്കിലുള്ള സംവാദത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ സംവാദം നടക്കട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി നേരിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടാനുള്ള സ്ഥലവും തീയതിയും അദ്ദേഹം അറിയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ അദ്ദേഹം അത് സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയുള്ള ഇതാക്കി മാറ്റി. സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ സംവാദം നടത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ചില നുണകൾ അദ്ദേഹം പറയുമ്പോൾ അതിനെ ഞാൻ മറുപടി പറയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് യാതൊരു പരാമർശവും ഇല്ല. തിരുവനന്തപുരം ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി നമുക്കിപ്പം ശരിയാണ്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്? ശ്രീജിത്തെ, നമ്മളെ വല്ലാണ്ട് മോഹഭംഗത്തിൽ മുക്കി. എസ്.കെ. തീർച്ചയായും വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വികസന വിഷയങ്ങളിൽ ഒരു ശരിയായ സംവാദം നടക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ആദ്യം മുഖ്യമന്ത്രിയെ വികസന സംവാദത്തിന് ക്ഷണിച്ചത്. ആ വെല്ലുവിളി മുഖ്യമന്ത്രി ഇന്നലെ ഏറ്റെടുക്കുമ്പോൾ സർക്കാരിൻ്റെ റിപ്പോർട്ട് കാർഡ് കൂടി ഫേസ്ബുക്കിൽ പങ്കുവച്ചാണ് ആ സംവാദത്തിന് സമ്മതം അറിയിച്ചത്. അപ്പോഴും സംവാദം നേരിട്ട് നടക്കും എന്ന പ്രതീക്ഷയായിരുന്നു. അതിന് ശക്തി പകർന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമയവും സ്ഥലവും മുഖ്യമന്ത്രി സംവാദത്തിന് സമ്മതിച്ച സാഹചര്യത്തിൽ സ്ഥലവും സമയവും കൂടി അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നു. അദ്ദേഹം പറയുന്ന സ്ഥലത്ത് പറഞ്ഞ സമയത്ത് എത്തുമെന്നായിരുന്നു മുഖ്യമന്ത്രിയോടുള്ള സതീശന്റെ പ്രതികരണം. എന്നാൽ ഇന്ന് രാവിലെ മാതൃഭൂമി ദിനപത്രത്തിൽ മുഖ്യമന്ത്രി നൽകിയ ലേഖനത്തിൽ അദ്ദേഹം സംവാദം സമൂഹ മാധ്യമങ്ങളിലൂടെ ആയിരിക്കും, ഫേസ്ബുക്കിലൂടെ ആയിരിക്കും എന്ന് വ്യക്തമാക്കി. ഇതോടെയാണ് സംവാദം നടക്കില്ല എന്നൊരു ധാരണ ഉണ്ടായത്. പിന്നീട് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി തനിക്ക് ഈ ഫേസ്ബുക്കിലൂടെയുള്ള ഒരു സംവാദമാണ് താൻ ഉദ്ദേശിച്ചത്, അതിന് തയ്യാറല്ലെന്ന് സതീശൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പ്രതികരിച്ചു. എന്നാൽ പിന്നീട് സതീശനും നിലപാട് വ്യക്തമാക്കി. മുഖ്യമന്ത്രി നേരിട്ടുള്ള സംവാദത്തിന് സമ്മതിക്കും എന്നായിരുന്നു തൻ്റെ പ്രതീക്ഷ. അതനുസരിച്ച് താൻ തയ്യാറെടുത്തിരുന്നു. എന്നാൽ സമൂഹ മാധ്യമങ്ങളുടെ സംവാദത്തെ എതിർക്കുന്നതല്ല, മറിച്ച് കൃത്യമായ കാര്യങ്ങൾ മറ്റും വിശദീകരിക്കണമെങ്കിൽ നേരിട്ടുള്ള സംവാദമായിരുന്നു നല്ലത്. നേരത്തെ എസ്.കെ. സൂചിപ്പിച്ച പോലെ അമേരിക്കയിൽ പ്രസിഡന്റ് ഇലക്ഷനൊക്കെ മുന്നോടിയായി നടക്കുന്ന സംവാദങ്ങൾ പോലെ വളരെ മാതൃകാപരമായ ഒരു രാഷ്ട്രീയ സംവാദ വേദിയായി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി തമ്മിലുള്ള സംവാദം മാറുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് ഇത് കടുത്ത നിരാശ പകരുന്നതാണ്. എന്തായാലും സംവാദം നടക്കില്ല എന്ന സൂചനകളാണ് ഇപ്പോഴും രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് വരുന്നത്. എസ്.കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.